ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, UDFിൻ്റെ നേതാക്കൾ ഇനി ശശിയുടെ തീവ്രത അളന്നോട്ടെ. ഇതുവരെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് AK ബാലനും PK ശ്രീമതി ടീച്ചറും ഈ ശശിയുടെ തീവ്രത അളന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. ഇനി അളക്കേണ്ടത് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും അല്ലേ. PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ PK ശശിയുടെ തീവ്രത അളക്കട്ടെ. അത് നമ്മുടെ പാലക്കാട് MLA മുകളിൽ വരുമോ താഴെ വരുമോ എന്ന് അവർ കണ്ടെത്തട്ടെ. അതാണ് കുറച്ചുകൂടി. ഞാൻ ഇന്ന് രാവിലെ ഒരു ചാനലുകാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാർട്ടിക്ക് അകത്തുണ്ടാകുമ്പോൾ പാർട്ടിയിൽ നടന്ന ചർച്ചകളും ഓരോ ഘട്ടത്തിൽ ഓരോ സഖാവിനും വന്ന കുറവുകളെല്ലാം ഞങ്ങൾ പാർട്ടിയുടെ സംഘടനാ രീതിക്കനുസരിച്ച് ചർച്ച ചെയ്യും, തീരുമാനങ്ങളെടുക്കും. പാർട്ടിക്ക് പുറത്തു പോയാൽ അതെല്ലാം വിളിച്ചു പറയുന്ന ഒരു രീതിയല്ല ഞങ്ങളുടേത്. അങ്ങനെ വിളിച്ചു പറയുകയാണെങ്കിൽ ഈ മാലപ്പടക്കം പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പം ഞാനൊന്ന് പറയട്ടെ, അപ്പോഴേക്കും മുഴുവിക്കാൻ വിടുക. ഞാൻ അന്തിച്ചർച്ചയിൽ ചർച്ചയും മതിയാക്കണ്ട. അന്തിച്ചർച്ചയിൽ മുഴുവിക്കാൻ വിടാത്തൊരു രീതി ഉണ്ടല്ലോ, അതല്ലല്ലോ. നമ്മളിപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയല്ലേ. നിങ്ങളെന്തിനപ്പം ഇങ്ങനെ ബേജാറാവണം? ഞാൻ എല്ലാത്തിനും പറയാം മറുപടി. അപ്പോൾ ആ ഒരു രീതി പാർട്ടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അത് പാർട്ടിക്കകത്ത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സഖാവിന് ഉണ്ടായിട്ടുള്ള വ്യക്തിപരമായ വീഴ്ച, ആ വീഴ്ചയിൽ തുടർന്ന് അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് കുറേ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടാവും. ആ തെളിവെല്ലാം അയാൾ പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ അയാൾ പാർട്ടി വിട്ടു പോകുമ്പോഴോ വിളിച്ചു പറയുക എന്നുള്ളതല്ല അതിൻ്റെ ഒരു മര്യാദ. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടി മര്യാദ കാണിക്കുന്നവരല്ല. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ളൊരു സംഘടനാ രീതിയുണ്ട്. ഞങ്ങളെ വെല്ലുവിളിച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് എതിർക്കുക, വ്യക്തിപരമായ തേജോധം പറഞ്ഞിട്ടില്ല. ഞങ്ങളെ എതിർക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ രാഷ്ട്രീയത്തെയും ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ ബദൽ രാഷ്ട്രീയം കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുക. അല്ലാതെ അയാളെ വ്യക്തിപരമായി മോശപ്പെടുത്തിയിട്ടോ അയാളെ താറടിച്ചു കാണിച്ചിട്ടോ അല്ല. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് മാലപ്പടക്കം പോലുള്ള കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ കയറി ഉണ്ടാവില്ലേ. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വനിതാ അംഗത്തിന്റെ ഭർത്താവ് ഒരു കാണാൻ പാടാത്ത ഒരു കാഴ്ച കണ്ടു. അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അന്ന് പാർട്ടിയുടെ ശ്രദ്ധയിൽ ഇതൊക്കെ പെട്ടിട്ടുണ്ടോ? അല്ലാതെ അയാളോട് ചോദിക്കണം. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് DYFIയുടെ ജില്ലാ സെക്രട്ടറിയോടല്ലേ ചോദിക്കുന്നത്. കാരണം അവരെല്ലാം മണ്ണാർക്കാട്ടിലെ ആളുകളായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി കുറേ അനുഭവങ്ങളുണ്ടാകും. അതൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളല്ല, മനസ്സിലായില്ലേ? അല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമല്ല. ഞാൻ നയിക്കുന്ന ഈ ഘടകത്തിൽ ആ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ അവരുടെ പ്രദേശങ്ങളിൽ അങ്ങനെ വല്ല ചർച്ചയുണ്ടോയെന്ന് അവരോട് ചോദിച്ച് വ്യക്തമാക്കേണ്ട കാര്യമാണ്. ജില്ലാ സെക്രട്ടറിക്ക് അതിൽ മറുപടി പറയേണ്ട ഒരു കാര്യം. അതിന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, UDFിൻ്റെ നേതാക്കൾ ഇനി ശശിയുടെ തീവ്രത അളന്നോട്ടെ. ഇതുവരെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് AK ബാലനും PK ശ്രീമതി ടീച്ചറും ഈ ശശിയുടെ തീവ്രത അളന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. ഇനി അളക്കേണ്ടത് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും അല്ലേ. PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ PK ശശിയുടെ തീവ്രത അളക്കട്ടെ. അത് നമ്മുടെ പാലക്കാട് MLA മുകളിൽ വരുമോ താഴെ വരുമോ എന്ന് അവർ കണ്ടെത്തട്ടെ. അതാണ് കുറച്ചുകൂടി. പാർട്ടി ഒരു അന്വേഷണം നടത്തിയത് അതിനേക്കാൾ കൂടുതൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ടോ? പാർട്ടി അന്വേഷണം നടത്തിയിരുന്നല്ലോ, അന്നാണ് പറഞ്ഞത് ഈ തീവ്രത കുറഞ്ഞതാണ് എന്ന്. ഇപ്പൊ പറഞ്ഞ പാലക്കാട് MLA കൂടുതലാണോ കുറവാണോ? അല്ല, അത് സതീശന്റെ ബാധ്യതയാണ്. ഇനി സതീശന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ബാധ്യതയാണ്, ഞങ്ങളുടെ ബാധ്യതയല്ല. അത് ഞങ്ങൾക്ക് അയാൾ ഇതിനകത്തുണ്ടാകുമ്പോഴും ഇപ്പോൾ പുറത്തു പോകുമ്പോഴും ശശി എന്ന വ്യക്തിയെക്കുറിച്ച് വളരെ കൃത്യമായ റീഡിംഗ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇനി UDFിൻ്റെ ഭാഗമാകുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടത്. ഇനി UDF ആണ് അതിന് മറുപടി പറയേണ്ടത്. അവരാണ് തീവ്രത ഇളക്കേണ്ടത്. സതീശൻ തീവ്രത ഇളക്കണം, അതുപോലെ PK കുഞ്ഞാലിക്കുട്ടി തീവ്രത ഇളന്നോട്ടെ. ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യം. അന്ന് തന്നെ ഉയർന്നൊരു ആരോപണം ഇത് പോലീസായിരുന്നു അന്വേഷിക്കേണ്ടത്, പാർട്ടി അല്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് തന്നെ അങ്ങനെ വേണമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അല്ല, അതാരോ ആരോപണം ഉന്നയിച്ച് അല്ല, പൊതുവെ ഈ പറയാറുണ്ട് പാർട്ടി കോടതിയാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഞങ്ങൾക്ക് പാർട്ടിക്ക് ഞങ്ങളെല്ലാവരും
ഓരോ ഉത്തരവാദിത്വത്തിലിരുന്ന് പ്രവർത്തിക്കുന്നവരാണല്ലോ. അപ്പോൾ പല ഘടകങ്ങളിലാണ്. ആ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ വന്നാൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അതിൻ്റെ ഗൗരവപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച്, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക എന്ന ഒരു സംഘടനാപരമായ രീതികളുണ്ട്. ആ രീതികൾക്കനുസരിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറുള്ളൂ. അതിൽ വസ്തുത കണ്ടെത്തിയാൽ മാത്രമേ നടപടികൾക്ക് വിധേയമാകുള്ളൂ. ആ വസ്തുതകളുടെ ഗൗരവത്തിനനുസരിച്ചുള്ള നടപടികളാണ് സ്വീകരിക്കുക. അതാണ് ഞങ്ങൾ എല്ലാ കാലത്തും. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ ഓരോ സഖാക്കളെയും അതാത് സമയങ്ങളിൽ തെറ്റ് തിരുത്തിക്കാനുള്ള നടപടി എല്ലാ കാലത്തും സ്വീകരിക്കാറുണ്ട്. അതിന് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കറക്റ്റ് ചെയ്യാനാണ്, സഖാക്കളെ കറക്റ്റ് ചെയ്യാനാണ് നടപടി സ്വീകരിക്കുന്നത്. കറക്റ്റാക്കാത്തവർക്ക് ഇന്നലെ ശശിക്കുള്ള ഒരു ഗതിയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ശശിയെ ഏറ്റവും അവസാനം വരെ ഞങ്ങൾ തിരുത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പലരും ചോദിച്ചല്ലോ ഇത്ര കാലം എന്താ നടപടിയെടുക്കാത്തതെന്നൊക്കെ. ഇപ്പോൾ ഏഷ്യാനെറ്റുകാരൻ ആരടക്കം ചോദിച്ചല്ലോ. അപ്പം ഞങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്വയം നശിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ വാശിയിൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ പോയാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അയാൾ എന്താ പറയുക, കാവ്യനീതി ഉണ്ടല്ലോ, അത് അനുഭവിച്ചേ മതിയാവും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അയാൾക്ക് അയാളുടേതായിട്ടുള്ള കാലഘട്ടത്തിനനുസൃതമായി അയാൾ അനുഭവിക്കേണ്ട കാര്യം അയാൾ അനുഭവിച്ചോളും. നമുക്കതിൽ ഇനിയിപ്പോൾ തിരുത്തിക്കാൻ കഴിയില്ല. തിരുത്തിക്കാനുള്ള സമയങ്ങൾ കൊടുത്തു, അതിൻ്റെ കാര്യങ്ങൾ ഗൗരവങ്ങൾ പക്ഷേ പല ഘട്ടങ്ങളിലായി പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതിനൊന്നും ഇനി ആ കാര്യത്തിലൊന്നും ഞങ്ങൾ അയാളുടെ ബാധ്യത ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അയാൾ പാർട്ടിക്ക് ഇപ്പോൾ പുറത്താണ്.